നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ കുതിപ്പ് തുടരുകയാണ്. ഇന്നിപ്പോൾ അവർ പൊളിച്ചടുക്കി തകർപ്പൻ വിജയം 4-1 ജിറോണയെ തോൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി 8 മത്സരങ്ങൾ ബാഴ്സലോണ വിജയിച്ച് കയറി എന്ന് പറഞ്ഞാൽ 2018-19 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാഴ്സലോണ തുടരൻ 8 വിജയങ്ങൾ സ്വന്തമാക്കുന്നത്. അതെ, ബാഴ്സ പൊളിച്ചെടുക്കുകയാണ്. ഒരിക്കൽ കൂടി റാഫീഞ്ഞ ഇല്ലാതെയാണ് ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങിയത്. എന്നിട്ടും നോ റാഫീഞ്ഞ നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ലെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിക്കുന്നു. 4-1 വിജയമാണ് ജിറോണയ്ക്ക് മേൽ നേടിയിരിക്കുന്നത്. റോബർട്ട് ലെവൻഡോസ്കിയുടെ വക ഇരട്ട ഗോളുകൾ. ടോറസ് ഒരു ഗോൾ കണ്ടെത്തി. ശേഷിക്കുന്ന ഗോൾ ജിറോണ താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. മറുഭാഗത്ത് ജിറോണയുടെ ഗോൾ ഗ്രോനവെൽഡാണ് നേടിയത്. ബാഴ്സലോണയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി, ലാമിൻ യമാൽ, ലോപ്പസ് ഗാവി എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ ബാഴ്സലോണ ആധിപത്യം പുലർന്നു. പക്ഷേ ഗോൾ വരുന്നില്ല എന്ന് തോന്നിയ ഘട്ടത്തിലാണ് യമാലിൻ്റെ ഫ്രീ കിക്കിനെ തുടർന്ന് ഒരു ഓൺ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ബാഴ്സലോണ ഇടവേള സമയത്ത് ഒറ്റ ഗോളിൻ്റെ ലീഡുമായിട്ടാണ് കളിക്കളം വിട്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിൽ ഗ്രോൻവെൽഡിലൂടെ ആ ഗോൾ ജിറോണ മടക്കിയടിച്ചു. പക്ഷേ ബാഴ്സയുടെ കുട്ടികൾ പിന്നെ ഗോൾ വർഷിക്കുന്നതാണ് കണ്ടത്. 61-ാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ ആദ്യ ഗോൾ. 77-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. 86-ാമത്തെ മിനിറ്റിൽ ടോറസ് കൂടി ഗോളടിച്ചപ്പോൾ 4-1 തകർപ്പൻ വിജയം FC ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. മത്സരം വിജയിച്ചതോടുകൂടി 29 കളികളിൽ നിന്ന് 21 വിജയം, 3 സമനില, 5 തോൽവികളുമായിട്ട് 66 പോയിന്റോടെ ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കുതിക്കുന്നു FC ബാഴ്സലോണ. 29 കളികളിൽ നിന്ന് 63 പോയിന്റ് ഇപ്പോൾ റയൽ മാഡ്രിഡിനുള്ളൂ. അവർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 3 അതേസമയം 3-ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ഏറെ പുറകിലാണ്. 29 കളികളിൽ നിന്ന് അവർക്ക് 57 പോയിന്റേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.